പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 1 ക്ലൈമറ്റ് ചേഞ്ച് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 1 ദ മൊമെൻറ്റ്സ് എന്ന മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ പോയത്തെക്കുറിച്ചാണ്. മാർഗരറ്റ് അറ്റ്വുഡ് 1939 ഒട്ടാവ എന്ന കാനഡയിലാണ് ജനിച്ചത്. ബാക്കി വായിക്കുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിസ്കസ് ചെയ്യാം. നമുക്ക് റീക്യാപ്പ് നോക്കാം. അറ്റ്വുഡ് ഈസ് ആൻ അക്ലൈംഡ് കനേഡിയൻ റൈറ്റർ. അറ്റ്വുഡ് പ്രശസ്തിയായ ഒരു കനേഡിയൻ എഴുത്തുകാരിയാണ്. ദ പോയം ദ മൊമെൻറ്റ്സ് എക്സ്പ്ലോർസ് എ സിഗ്നിഫിക്കൻറ്റ് പോയിൻ്റ് ഓഫ് റിയലൈസേഷൻ ഇൻ ദ ലൈഫ് ഓഫ് ദ സെൻട്രൽ ക്യാരക്ടർ. ദി മൊമെൻ്റ് എന്ന കവിത കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന തിരിച്ചറിവിൻ്റെ നിമിഷം പരിവേഷണം ചെയ്യുന്നു. ദ പോയറ്റ് യൂസസ് എ സെക്കൻഡ് പേഴ്സൺ നെറേറ്റീവ് ടു ക്രിയേറ്റ് മോർ പേഴ്സണൽ കണക്ഷൻ വിത്ത് ദ റീഡർ. വായനക്കാരനുമായി കൂടുതൽ വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാൻ കവി ദ്വിതീയ പുരുഷ ആഖ്യാനം ഉപയോഗിക്കുന്നു. The narrator describes a moment when you feel you have achieved everything in your life, a moment of profound achievement and fulfillment. ജീവിതത്തിൽ എല്ലാം നേടിയെന്ന് തോന്നുന്ന ഒരു നിമിഷം, അഗാധമായ നേട്ടത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു നിമിഷം ആഖ്യാതാവ് വിവരിക്കുന്നു. The successive progression from a room to a country indicates of the progress made by the individual. ഒരു മുറിയിൽ നിന്ന് ഒരു രാജ്യത്തിലേക്കുള്ള തുടർച്ചയായ പുരോഗതി വ്യക്തി നേടിയ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. However, in this moment of triumph, the natural worlds around you seem to react in an unexpected manner. എന്നിരുന്നാലും ഈ വിജയ നിമിഷത്തിൽ ചുറ്റുമുള്ള പ്രകൃതി അപ്രതീക്ഷിതമായ രീതിയിൽ പ്രതികരിക്കുന്നതായി തോന്നുന്നു. The trees loosen their soft arms that held them, the birds take back their language, the cliffs crumble and the air withdraws like a wave, make it difficult for you to breathe. മരങ്ങൾ അവയെ പിടിച്ചു നിർത്തിയ മൃദുവായ കൈകൾ അഴിച്ചുവിടുന്നു. പക്ഷികൾ അവയുടെ ഭാഷ തിരികെ എടുക്കുന്നു. പാറക്കെട്ടുകൾ തകരുന്നു. വായു ഒരു തരംഗം പോലെ പിൻവാങ്ങുന്നു. ഇത് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടാക്കുന്നു. At the moments, the environment seems to whisper that you have never owned it. ആ നിമിഷത്തിൽ നിങ്ങൾ ഒരിക്കലും പ്രകൃതിയെ സ്വന്തമാക്കിയിട്ടില്ലെന്ന് പരിസ്ഥിതി മന്ത്രിക്കുന്നതായി തോന്നുന്നു. It was the environment that embraced you, not the other way found. നിങ്ങളെ ആശ്ലേഷിച്ചത് പരിസ്ഥിതിയാണ്, തിരിച്ചല്ല. The poem emphasized the feeling nature of human existence in comparison with the enduring presence of nature. പ്രകൃതിയുടെ ശാശ്വതമായ സാന്നിധ്യവുമായി താരതമ്യപ്പെടുമ്പോൾ മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ ക്ഷണികമായ സ്വഭാവത്തെ കവിത ഊന്നിപ്പറയുന്നു. The poem points to the transient nature of human life and human achievements. മനുഷ്യ ജീവിതത്തിൻ്റെയും മനുഷ്യ നേട്ടങ്ങളുടെയും നശ്വരമായ സ്വഭാവത്തിലേക്ക് കവിത വിരൽ ചൂണ്ടുന്നു. ഇനി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഹു റോട്ട് ദ പോയം ദ മൊമെൻറ്റ്സ്? ദി മൊമെൻറ്റ്സ് എന്ന കവിത എഴുതിയത് ആരാണ്? നമുക്കറിയാം, മാർഗരറ്റ് അറ്റ്വുഡ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ റിയലൈസേഷൻ ദാറ്റ് കെയിം ഓവർ ദാൻ മാൻ? ആ മനുഷ്യന് ഉണ്ടായ തിരിച്ചറിവ് എന്തായിരുന്നു? ഹി ഓൺസ് നത്തിങ് ഇൻ ദ വേൾഡ്. ലോകത്ത് അയാൾക്ക് സ്വന്തമായി ഒന്നുമില്ല. മൂന്നാമത്തെ ചോദ്യം, യു സ്റ്റാൻഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ റൂം ഹൗസ് half acre, square mile, islands, country, knowing at last how you got there. What does this time suggest? നിങ്ങളുടെ മുറിയുടെ വീടിൻ്റെ അര ഏക്കറിൻ്റെ ഒരു ചതുരശ്ര മൈലിൻ്റെ ദ്വീപിൻ്റെ രാജ്യത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾ നിൽക്കുന്നു.
ഒടുവിൽ നിങ്ങൾ അവിടെ എത്തിയത് എങ്ങനെയെന്ന് അറിയുന്നു. ഈ വരി എന്താണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് സജസ്റ്റ് ദ ഹാർഡ് വർക്ക് ദ മാൻ പുട്ട് ഇൻ ദ മെറ്റീരിയൽ അച്ചീവ്മെന്റ് ഹി മേഡ്. അയാൾ ചെയ്ത കഠിനാധ്വാനത്തെയും അയാൾ നേടിയ ഭൗതിക നേട്ടങ്ങളെയും അത് സൂചിപ്പിക്കുന്നു. 4-ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ ട്രീസ് ടു വെൻ മാൻ അസ്യൂംഡ് ഓണർഷിപ്പ് ഓവർ നേച്ചർ? 4-ാമത്തെ ചോദ്യം, മനുഷ്യൻ പ്രകൃതിയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തപ്പോൾ മരങ്ങൾ എന്തു ചെയ്തു? ദ ട്രീസ് അൺലൂസൻഡ് ദെയർ സോഫ്റ്റ് ആംസ് ഫ്രം അറൗണ്ട് ഹിം. മരങ്ങൾ തങ്ങളുടെ മൃദുവായ കൈകൾ അയാളിൽ നിന്ന് അഴിച്ചു മാറ്റി. 5-ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ ബേർഡ് ടു വെൻ മാൻ അസ്യൂംഡ് ഓണർഷിപ്പ് ഓവർ നേച്ചർ? മനുഷ്യൻ പ്രകൃതിയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തപ്പോൾ മരങ്ങൾ എന്ത് ചെയ്തു? അതെ, 4-ാമത്തെ ചോദ്യം ഞാൻ ഇപ്പോൾ പറഞ്ഞു. 5-ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ ബേർഡ് ഡു വെൻ മാൻ അസ്യൂംഡ് ഓണർഷിപ്പ് ഓവർ നേച്ചർ? മനുഷ്യൻ പ്രകൃതിയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തപ്പോൾ പക്ഷി എന്ത് ചെയ്തു? ദ ബേർഡ്സ് ക്ലൈംബ് ദെയർ ലാംഗ്വേജ് ബാക്ക്. മരങ്ങൾ തങ്ങളുടെ മൃദുവായ പക്ഷികൾ തങ്ങളുടെ ഭാഷ തിരികെ ആവശ്യപ്പെട്ടു. 6-ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ എയർ ഡു വെൻ മാൻ അസ്യൂംഡ് ഓണർഷിപ്പ് ഓവർ നേച്ചർ? മനുഷ്യൻ പ്രകൃതിയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തപ്പോൾ വായു എന്ത് ചെയ്തു? ആൻസർ, ദ എയർ വിത്ഡ്രൂ ലൈക്ക് എ വേവ് ഇൻ ദ സീ. കടലിലെ തിരമാല പോലെ വായു പിൻവാങ്ങി. 7-ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ മെയിൻ തീംസ് ഓഫ് ദ പോയം? കവിതയിലെ പ്രധാന പ്രമേയങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ, ദ ട്രാൻസിയന്റ് നേച്ചർ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആൻഡ് ദ ഇന്റർകണക്റ്റഡ്നെസ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് നേച്ചർ. മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ നശ്വരതയും മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള പരസ്പര ബന്ധവും. 8th and last question, how does the poem emphasize the enduring presence of nature? പ്രകൃതിയുടെ ശാശ്വതമായ സാന്നിധ്യത്തെ കവിത എങ്ങനെയാണ് ഊന്നിപ്പറയുന്നത്? ആൻസർ, ബൈ ജക്സ്റ്റാപോസിങ് ഇറ്റ് വിത്ത് ദ ടാൻഷ്യന്റ് നേച്ചർ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ നശ്വരതയുമായി താരതമ്യം ചെയ്തുകൊണ്ട്. ജക്സ്റ്റാപോസിങ് എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുക, അടുപ്പിച്ച് വെക്കുക, തൊട്ടടുത്ത് വെക്കുക, കൂട്ടിച്ചേർത്ത് വെക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അടുത്ത അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ദ പോയം ദ മൊമെന്റ് എൻകറേജ് ദ റീഡർ ഓഫ് റിഫ്ലക്ട് ഓൺ ദ ആക്ഷൻസ് ആൻഡ് ദെയർ ലൈവ്സ്? ദി മൊമെന്റ് എന്ന കവിത വായനക്കാരെ അവരുടെ പ്രവൃത്തികളെയും ജീവിതത്തെയും കുറിച്ച് ചിന്തിക്കാൻ എങ്ങനെ പ്രേരിപ്പിക്കുന്നു? 2-ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ലിറ്ററേച്ചറി വർക്ക്സ് ദാറ്റ് ഡീൽ വിത്ത് ദ ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനത്തെ കൈകാര്യം ചെയ്യുന്ന സാഹിത്യകൃതികൾ തിരിച്ചറിയുക. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ്. പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ചർച്ച ചെയ്യുക. 4-ാമത്തത്, റൈറ്റ് ആൻ എസ്സേ ഓൺ സിഗ്നിഫിക്കൻറ്റ് മൊമെൻറ്റ് ഇൻ യുവർ ലൈഫ് വെൻ യു ഫെൽറ്റ് എ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ഓർ ഓണർഷിപ്പ്. ജീവിതത്തിൽ നേട്ടബോധമോ ഉടമസ്ഥാവകാശമോ അനുഭവപ്പെട്ട ഒരു പ്രധാന നിമിഷത്തെക്കുറിച്ച് ഒരു ഉപന്യാസം എഴുതുക. 5-ാമത്തെ ചോദ്യം, പ്രിപ്പയർ ആൻഡ് അപ്രിസിയേഷൻ ഓഫ് ദ പോയം ദ മൊമെൻറ്റ്. ദി മൊമെൻ്റ് എന്ന കവിതയുടെ ഒരു ആസ്വാദനം തയ്യാറാക്കുക. 6-ാമത്തെ ചോദ്യം, എക്സ്പ്ലോർ ദ റോൾ ഓഫ് മാർഗരറ്റ് അറ്റ്വുഡ് ഇൻ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റലിസം. പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ പങ്ക് പരിശോധിക്കുക. ഇതിൻ്റെയൊക്കെ ആൻസർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.